ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ബൈബിളിന്റെ ധ്യാനപരമായ വായനയുടെ ഒന്നാമത്തെ പടിയായ വായനയെക്കുറിച്ചാണ് നാം ഇന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുന്നത്. വായനയ്ക്കായി ചെറിയൊരു വചനഭാഗം മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കണം. പഴയ നിയമമോ പുതിയ നിയമമോ ആകാമെങ്കിലും തുടക്കക്കാരായ നമുക്ക് സുവിശേഷ ഭാഗങ്ങളായിരിക്കും കൂടുതൽ എളുപ്പം. ഓരോരുത്തരുടെയും അഭിരുചി അനുസരിച്ച് തുടർച്ചയായി ഏതെങ്കിലും ഭാഗം എടുക്കുകയോ അതാത് ദിവസം വിശുദ്ധ ബലിയിൽ വായിക്കുന്നതോ മറ്റേതെങ്കിലുമോ ആവാം. ശിശുവായ ഈശോയെ കാഴ്ചവെക്കുന്നതിനായി കൊണ്ടുവന്നപ്പോൾ വൃദ്ധനായ ശിമിയോനെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചു ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന് കാഴ്ചവെക്കുവാൻ അനേകം ശിശുക്കളെ കയ്യിലെടുത്തിട്ടുള്ള ശിമിയോൻ ഈ ശിശുവിനെയും എടുത്തു. കൈകളുടെ സ്പർശനത്തിൽ യാതൊരു വ്യത്യാസവുമില്ലായിരുന്നെങ്കിലും ഈ ശിശുവിനെ കൈകൾ എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഭാവം മാറി. വാഗ്ദാനത്തിന്റെ പൂർത്തീകരണവും സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷയും തന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞുവെന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയാൻ ആരാൽ പ്രേരിതനായി ദേവാലയത്തിലേക്ക് വന്നുവോ ആ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. വചനം മാംസമായി മണ്ണിൽ അവതരിച്ചവനെ ശിമിയോൻ ഇപ്രകാരമാണ് കൈകളിൽ എടുത്തതെങ്കിൽ അതേ ആത്മനിറവോടും ഭയഭക്തി ബഹുമാനങ്ങളോടും കൂടെ വായനയ്ക്കായി തിരുവചനത്തെ കൈകളിൽ എടുക്കാം. അതേ പരിശുദ്ധാത്മാവ് നമ്മയും നയിക്കും. വചനത്തെ മാംസമാക്കി ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ആമേൻ പറഞ്ഞ പരിശുദ്ധ അമ്മയുടെയും സഹായം നമുക്ക് തേടാം. വായനയുടെ ആദ്യ പാദത്തിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്താനുള്ള വിളിയാണ് നാം സ്വീകരിക്കുന്നത്. ഓരോ തവണയും വചനം വായിക്കുമ്പോൾ ഈശോ മിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ജീവിക്കുന്ന ദൈവവുമായിട്ടാണോ അതോ നമ്മുടെ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഉൽപ്പന്നമായ ഒരു ദൈവവുമായാണോ നാം ഇടപെടുന്നതെന്നും പരിശോധന നടത്തിക്കൊണ്ടിരിക്കണം. അതായത് വായന ഭൗതിക നേട്ടങ്ങളെ ഉദ്ദേശിച്ചോ ആത്മീയ മുന്നേറ്റത്തിനോ എന്ന് വിലയിരുത്തണം. വായന യാഥാർത്ഥ്യത്തിൽ ഉണരാനും ജാഗ്രത പാലിക്കാനും എൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നവയെ ശ്രദ്ധിക്കാനുമുള്ള ഈശോയുടെ ക്ഷണമാണ്. അങ്ങനെ സ്വർഗത്തിൽ നിന്നുള്ള എഴുത്തായ ഈ തിരുവചനം വായിച്ച് അവയെ ജീവിതത്തിലേക്ക് വിവർത്തനം ചെയ്യുക എന്നതായിരിക്കണം ഈ വായനയുടെ ലക്ഷ്യം. നാം നിശ്ചയിച്ചു വച്ച വചനഭാഗം കൈകളിലെടുത്ത് വളരെ സാവധാനത്തിൽ വായിക്കുന്നു. പ്രസ്തുത ഭാഗത്തു നിന്ന് ഒരു വചനമോ വചനഭാഗമോ നമ്മുടെ ഉള്ളിനെ സ്പർശിക്കുന്നത് വരെ അതേ വചനങ്ങൾ തന്നെ ആവർത്തിച്ച് വായിക്കുന്നു. തുടർന്ന് സ്പർശിച്ച ഒരു വചനം മാത്രം ആവർത്തിക്കുന്നു. ആ വചനവും നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ചുള്ള ചിന്തയിലേക്ക് നീങ്ങുന്നത് വരെ അത് തുടരാം. അതായത് ഇവിടെ ആ വചനഭക്ഷണം വായിലേക്ക് വച്ചു കഴിഞ്ഞു. ഒരാഴ്ചത്തേക്ക് ഇപ്രകാരമുള്ള വായന പരിശീലിച്ച ശേഷമായിരിക്കും നാം മന്നത്തെക്കുറിച്ച് ചിന്തിക്കുക. സഭാപിതാക്കന്മാർ ഈ വിഷയത്തിൽ ചില പ്രതിബിംബങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 1. ഉത്സാഹത്തോടെ ഭക്ഷണം ശേഖരിച്ച് മാറ്റിവെക്കുന്ന ഉറുമ്പിന്റെ ചിത്രം. 2. തേനീച്ച തേൻ സംസ്കരിക്കുന്ന പ്രവൃത്തി. കഠിനാധ്വാനിയായ തേനീച്ച ഓരോ പൂവിനെയും സമീപിച്ച് തേൻ ശേഖരിക്കുന്നു. 3. ധാന്യം പതിരിൽ നിന്നും അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന പ്രവൃത്തി. വായന പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സംഘർഷങ്ങളെയും സന്തോഷങ്ങളെയും മുൻവിധികൾ കൂടാതെ ശ്രദ്ധിക്കുന്നതിനും കർമ്മോദ്യുക്തമായ പ്രത്യുത്തരങ്ങൾ അവയ്ക്ക് കൊടുക്കുന്നതിനും നമുക്ക് സാധിക്കും. ആമേൻ. എല്ലാവർക്കും നല്ല വായന ആശംസിക്കുന്നു. താങ്ക് യു.